മനുഷ്യന്? അതിന് നിന്നെ മനുഷ്യപ്പെടുത്തി പണ്ടെങ്ങാണ്ടോ വംശനാശം വന്ന ഏതോ കുരങ്ങുവർഗുണ നീ. അത് നീ എന്താ കറക്റ്റ് ഉണ്ട്, കണ്ണാടി പോയി നോക്ക്. സ്വയം പോയി നോക്കിയാലും കാണാം. ഒന്ന് നിർത്തി രണ്ടും. ഇതിനാ ട്രിപ്പിന് വന്നത്? തല്ലി പിടിക്കാണ്ട് എൻജോയ് ചെയ്യാൻ നോക്ക്. ഞാൻ നിർത്തി, ഞാൻ ഇനൊന്നും പറയണില്ല. ഞാനും. ആ വായു, നമുക്ക് പോകാം. ഇരുട്ടുന്നതിന് മുമ്പ് ഹോട്ടലിൽ എത്തണം. അവിടെ എല്ലാരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. എന്നാ വാ പോകാം. ഏതാ ഹോട്ടല്? എനിക്കും കൃത്യമായിട്ട് അറിയില്ല. വാ, നമുക്ക് സുഖനോട് വയ്ക്കാം. ഇപ്പതേ അവരും വന്ന്. ഇപ്പൊ എല്ലാരും ആയില്ലേ? നമ്മ 11 പേരില്ലേ? ഞാൻ എണ്ണി നോക്കട്ടെ. ജിമിൻ മുങ്കി, മണ്ടംവിയുടെ പേര് ജാക്സൺ ജീസോ, ഒരിപ്പ വന്ന പൊട്ടൻ, ഡാഡി, മമ്മി, പിന്നെ എന്റെ ഹൂബി മമ്മി. 10 പേരുള്ളല്ലോ. ആരാണ് മിസ്സിങ്? മണ്ട തന്നെ നീല. പോടാ. അത് പോട്ടെ, അല്ലെങ്കിൽ എവിടൊക്കെ നമ്മള് പോണത്? ഒരു ഘോരവനം, നടുക്കൊരു വലിയ ബംഗ്ലാവ്, വവ്വാലുകൾ ചിറകടിച്ചു വീഴുന്ന ശബ്ദം, നായകളും നരികളും ഓരിയിടുന്നു. ഇരുട്ട് നിറഞ്ഞ ഇടിമിന്നലും പേമാരിയുമുള്ള ഒരു നിഗൂഢ സ്ഥലം. അവിടെ വലം വെക്കുന്ന കുറെ മനുഷ്യർ, രക്തദായികളായ വികൃതമായ മുഖത്തോട് കൂടിയ ഉടൽ നിറയെ രക്തമുള്ള കുറെ മനുഷ്യർ. അവർക്കിടയിലേക്ക് ബലിമൃഗമായി നമ്മൾ പോകുന്നു. ഇങ്ങനെ പേടിക്കാതെടാ. അവനല്ലെങ്കിൽ ഇന്നലെ പേടിച്ചിട്ട് പാതി ജീവനും കൊണ്ടാണ് നിക്കണത്. നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേടാ. ഇതൊക്കെ രസല്ലേ ഡാഡി? അവന്റെ ഒരു രസം. ഞാനിപ്പോ തന്നെ എത്തേക്കൊന്ന് ചെത്താനായിരുന്നു. നിന്റെ രസം ഞാൻ നെഞ്ചമ്പുളിയെ കുടപ്പന്നു. അല്ല യുങ്കി, എങ്ങടാ ശരിക്കും പോണത്? ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവർക്കും. ആ സാധാ ഹോട്ടലല്ല, ഞാൻ ഓൺലൈൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ബുക്ക് ചെയ്തതാണ്. ഞാൻ ജിമിനോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എനിക്ക് കേട്ടപ്പോ തന്നെ ത്രില്ലായിട്ട് പാടുണ്ടായിരുന്നില്ല. നല്ല വെറൈറ്റി ആണ് ഹോട്ടല്. അല്ല, എന്താണ് ഇതിന് മാത്രം എന്ത് പ്രത്യേകതയായ ഹോട്ടലിനുള്ളത്? പറയൂങ്കി, സസ്പെൻസ് ആക്കാണ്ട്. ഇത് സാധാ ഹോട്ടൽ പോലെയല്ല. ഈ ഹോട്ടലിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇതെന്ന് പറയണത് ഒരു അപ്പാർട്ട്മെന്റ് പോലെയാണ്. നമ്മളുടെ റൂമുകളുടെ ആവശ്യത്തിനനുസരിച്ച് അവർ നമുക്ക് അപ്പാർട്ട്മെന്റ് വരും. ഒരു 10-20 സെന്റ് സ്ഥലത്തിലാണ് ഒരു അപ്പാർട്ട്മെന്റ് വരിക. 10-20 സെന്റോ? ആടാടി, ചുറ്റും മലകളും പുഴകളും ചുറ്റും വീടുകളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റിഫ്രഷ്മെന്റും പ്രൈവസി ഒക്കെ ഉണ്ടാവും. അല്ല മോനെ, അപ്പൊ സാധനങ്ങൾക്കൊക്കെ അതല്ലാതെ ഹോട്ടലുകാരൻ എത്തിച്ചേരും. ഒരു കിച്ചൺ, ഹാള്, സിറ്റ് ഔട്ട് എല്ലാതും ഉണ്ടാവും. ശരിക്കും ഒരു വീട് പോലെ തന്നെ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നെ കുക്ക് ചെയ്യാം. അത് കൊള്ളാലോ. എന്തുട്ട് വാങ്ങാ, പണി മൊത്തം നമുക്ക് തന്നെ. ആട്ടെ, അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. നിനക്ക് ബാത്റൂമിൽ നിന്നാ കിടന്നാ സ്വിമ്മിംഗ് പൂളിലാ പുഴയിലാ എവിടെ വേണേലും കുളിക്കാം. അല്ല, ഇവനെപ്പോ മുതലാണ് കുളിക്കാൻ തുടങ്ങിയത്? ഞാൻ നിന്നെ മാതിരിയല്ലടാ. അത് തന്നെയാണ് അവനും പറഞ്ഞത്. വല്ലപ്പോഴെങ്കിലും അവനെ പോലെ ഒന്ന് കുളിച്ചിടാടാ. മമ്മി ഇത് കണ്ട പാവോടാ ക്ലാവ്. അവനെ വിടടാ, അവനെ കണ്ടറിയില്ലേ കുളിക്കൂലെന്ന്. മമ്മി. ഓ നിർത്ത് മക്കളെ, പാവന്റെ മോൻ. പാവൻ ഞാൻ. അത് പോട്ടെ. അല്ലടാ, ഇത്രയും സൗകര്യമുള്ള ഹോട്ടലാകുമ്പോ നല്ല പൈസ ആവൂലേ? മമ്മി, കുറച്ച് പൈസയായി. ആകെ 2 ഒഴിവുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിനൊന്ന് നമുക്ക് കിട്ടി. ആദ്യ ഫോണാണ് അടിക്കണത്. എന്റെണ്ടാ? ബോസാടി. എന്നാ വേഗം എടുക്കടാ. നിങ്ങ സംസാരിച്ചോ, ഞാൻ കുറച്ചപ്പുറത്ത് മാറി സംസാരിക്ക. ആടി വാ. ആയുങ്കി പറ ബാക്കി. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് പ്രൈവസി ഉണ്ടാകും അതിനനുസരിച്ച്. വേണ്ട മോനെ, സാധാ ഹോട്ടൽ മതി. വെറുതെ എന്തിനാ പൈസ കളയണത്? ഇല്ല ഡാഡി, ഇത് മാത്രല്ല, അവര് നമുക്കൊരു 3 ഡേ ട്രിപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാഭമാണ്. ഞാൻ പിന്നെ ഓൾറെഡി ബുക്കും ചെയ്ത്. സംഭവം കൊള്ളാട്ടാ, വെറൈറ്റി ആയിട്ടുണ്ട്. അല്ല, അങ്ങോട്ടുള്ള വഴി അറിയോ നിനക്ക്? അത് നേരത്തെ സുഖക്കവറി ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ദൂരം ഉണ്ടായെങ്കി? ഇല്ലടാ, ഇവിടെ നിന്ന് 20 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾക്കുള്ള ഡിന്നർ അവിടെ ഉണ്ടാവോ? ഇന്നത്തേക്കുള്ളത് അവർ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം പോവാ, എനിക്ക് വേഗം ഒന്ന് പോയി കിടന്നുറങ്ങണം. വേഗം പോവാം. പാവം റൈഡിൽ കുറെ പേടിച്ചതല്ലേ. ആരാണീ പറയണത്? കിടന്നല്ലറിടെ വിട്ടില്ല, മൂളക്ക് ഇതുവരെ പോയിട്ടില്ല. അധികം വൈകണ്ട, വാ പോവാ. ഗൈസ്, എടാ നിന്റെ കഴിഞ്ഞ വായോ വേഗം. എല്ലാരും വേഗം വണ്ടി കയറും. സോറിടാ, ഞങ്ങളില്ല. എന്തായിട്ട്? അവന്റെ ബോസ് വിളിച്ചേക്കണം, ലീവ് തരാൻ പറ്റൂലെന്ന്. വേഗം ചെല്ലാൻ പറഞ്ഞു. എന്താണ് കാര്യം? എന്താണ്?
എല്ലാരും അടുപ്പിച്ച് ലീവ് എടുത്താൻ എംപ്ലോയീസ് ഒക്കെ കുറവാണ്. അത് കാരണം എന്നെ തിരിച്ചു വിളിച്ച് വേഗം ചെല്ലാൻ പറഞ്ഞു. ലീവ് ക്യാൻസൽ ചെയ്ത്. അത് തന്നെ മാങ്ങാത്തൊടി. എന്ത് കഷ്ടമാണ്. എന്നാ ജീസോ ഞങ്ങൾക്കൊപ്പം വരട്ടെ. ജാക്സൺ എന്നാ പൊക്കോ. എന്നാ ഞങ്ങള് പോട്ടെ. സൂക്ഷിച്ചു ഡ്രൈവ് ചെയ്യട്ടാ. ഞങ്ങള് പോണു. ബൈ. സൂക്ഷിച്ചു പോ. ബൈ. ഡി അവിടത്തെ മെസ്സേജ് ആയിക്കിട്ടാ. ഇപ്പൊ സമയം എത്രയായി? 5 മണിയായി. ഓക്കെ, ഇപ്പൊ പുറപ്പെട്ടാലപ്പ 5:20 ആകുമ്പോഴേക്കും അവിടെ എത്താം. എല്ലാരും വണ്ടി കയറും. ജിന്നു ഹോബി ജിന്നല്ലേ എന്റെ വണ്ടിയില്, ബാക്കിയൊക്കെ സുഖയുടെ വണ്ടിയിലല്ലേ? ഡാഡി എന്നാ വാ എല്ലാരും കേറ്. മമ്മി ഞാൻ നടക്കട്ടെ. ആടാ നമ്മുടെ വണ്ടി എവിടെ പാർക്ക് ചെയ്തേക്കണത്? നേടാ അവിടെ വായോ. വാ നമുക്ക് പോകാം. വാവ്, അടിപൊളി സ്ഥലം. ആടെയെങ്കി എന്ത് രസ സ്ഥലം കാണാൻ. ഓ ഫുള്ള് പച്ചപ്പ്, ഫ്രഷ് എയർ. എന്ത് വലിയ അപ്പാർട്ട്മെന്റ് ആണിത്. വാ എല്ലാരും. അല്ല ജിന്നെവിടെ? ഞാനിവിടെ ഉണ്ട്, പെട്ടി എടുക്കുന്നു. എല്ലാരും പെട്ടി എടുത്ത് വേം വാ. ഓ എന്തൊരു മുടിഞ്ഞ വെയിറ്റ് ആണ് ഈ പെട്ടിക്ക്. അതിന്റെ റൂം അവിടെ, റൂം അടിക്ക്. എല്ലാരും ഇവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം റൂം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന്. ആ മോനെ പറ. ഹോബി ജിനി ഇരിക്കി, മക്കളെ ഇരിക്കി. ഓക്കെ ഡാഡി. പറഞ്ഞു. മമ്മിയും ഡാഡിയും ഒരു റൂമില്, മമ്മി ഒരു മുറിയിൽ. അവിടെ ഒരാൾക്ക് മാത്രമുള്ള സൗകര്യമുള്ളൂ. പിന്നെ ഞാനും ജിമിനും ഒരു റൂമില്, വിയും കുക്കി ഒരു റൂമില്, ഉന്മയും ജിനിയും ഒരു റൂമില്. അയ്യടാ ഞാനൊന്നും കിടക്കൂല. പിന്നെ അത് ഇവന്റെ ഒപ്പം, ഞാൻ ഹോബി അമ്മയുടെ ഒപ്പം കിടന്നുണ്ട്. എടാ അതല്ലേ പറഞ്ഞത് അവിടെ ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യമുള്ളൂന്ന്. ഒന്നും പണയണ്ട, ഞാൻ ഹോബി അമ്മയുടെ ഒപ്പം കിടക്കുള്ളൂ. അല്ല മോനെ നീ ഒറ്റ കൊടുക്കോ? സാരിയില്ല, ഞാൻ കിടന്നോണ്ട്. അല്ലെങ്കിൽ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും റൂം എക്സ്ചേഞ്ച് ചെയ്യട്ടെ. അത് കൊള്ളാം. വേണ്ട, ഞങ്ങൾക്ക് ഈ മുറി തന്നെ മതി. എന്താടാ നിനക്ക് ഇത്ര വാശി? ഓ എന്തേലാകട്ടെ, വായോ റൂമിൽ പോയി പെട്ടിയേക്ക്. എല്ലാരും ചെല്ലും. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കോടാ. ഒന്ന് പോടാ മണ്ട. പോടാ. ഓ മുടിഞ്ഞ വെയിറ്റ് തന്നെ. മക്കളെ ഒന്ന് നിന്ന്, നിങ്ങൾ വേഗം പോയി ഫ്രഷ് ആവട്ടാ. ഞാൻ എപ്പോഴേക്കും ഫുഡ് വിളമ്പാ. ആ ഹോട്ടലുകാര് ടേബിളിൽ എല്ലാം മൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ മമ്മി, ജിമിനെ വാടാ. 10 മിനിറ്റ് കൊണ്ട് വേഗം വായോട്ടോ മക്കളെ. ഓക്കെ ഡാഡി, വാ കുക്കി, നമുക്ക് പോവാ. നീ ഇവിടെ വെച്ച ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. മമ്മി. എന്താടാ ഇതെന്റെ ബാഗല്ല, വെറുതെ ഇത്ര കാലം. നീ അപ്പൊ ശ്രദ്ധിച്ചില്ലേ? ഇല്ല, വലിച്ചപ്പ ഇങ്ങോട്ട് പോന്ന വൈറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നു. ഞായി ഇതെന്നോടെ ബാഗല്ലേ? ഇതവന്റെ ബാഗാണ്. വേഗം കൊണ്ടുപോയി കൊടുത്തിട്ടോ. കൊടുത്തിട്ട് വരാം. വേഗം ചെല്ല്, ഞാൻ അപ്പോഴേക്കും ഫ്രഷ് ആവാ. എന്നിട്ട് നീ വന്നിട്ട് ഫ്രഷ് ആയിക്കോട്ടാ. ശരി അമ്മേ. അവന്റെ പെട്ടി ചോക്കണ്ട ഗതികേടാണല്ലോ എനിക്ക്. ഒരു സമാധാനം എന്റേത് അവനും ചോന്നിട്ടുണ്ടാവില്ല. It leaves me feeling seasick, baby. 꿈 같은 눈길 깊이가 주나 봐. It spins me round and drives me crazy. 한낮을 든 달 같은 나인가 봐. 만약 나 혼자였다면, 혹시 몰랐다면 포기했을지 몰라. Lost at sea, but my heart's still on fire.
with a burning desire 다시 날 찾을 거야 운명처럼 എന്താടാ നിനക്ക് ഒന്ന് കഥയ്ക്ക് തട്ടി വന്നൂടെ? ഇവനെ കാണാൻ ഇത്ര ഭംഗിയുണ്ടായിരുന്നു ദൈവമേ. കൺട്രോൾ തരണേ, അടുത്തേക്ക് വരുന്നു. എന്താടാ? ഒന്നുമില്ലടാ, പെട്ടി മാറിപ്പോയി. എന്നാ നിന്റെ പെട്ടി ഇവിടെ. കിട്ടി, പോട്ടെ, ബൈ. ഇവനിതെന്ത് പറ്റി? അല്ലെങ്കിൽ ഒന്ന് പറയാൻ രണ്ടാമത്തെ തല്ലി പിടിക്കാൻ പറ്റുന്ന ആളാണ്. പെട്ടി മാറിയിട്ട് തല്ലി പിടിക്കാണ്ട് ഓടിയിരിക്കണ്. ഇതെന്ത് മുറിവായം? ഞാൻ കുളിക്കട്ടെ. ഇത് നീ തന്നെ? നീ ഇത്ര ഹാൻസണാ? എന്റെ കഴിഞ്ഞ് നീ എവിടെ? വരുന്ന അമ്മേ. ജിനി, ഞാൻ അവരെല്ലാം വിളിച്ചിട്ട് വരാം. സാജുനേട്ടാ ഫുഡ് വിളമ്പാപ്പോഴേക്കും. മക്കളെ, യുങ്കി, ജിമിനെ, വിയെ എല്ലാരും വാടാ. യുൺവോ, ജിനിങ്ങെ, ഹോബി, വാ ഫുഡ് കഴിക്കാം. വായല്ലാതെ ഇരിക്കി. ഇവനെന്താ ഇങ്ങനെ നോക്കണത്? എന്താണ് ജിന്നിങ്? ഇല്ല, ഒന്നുമില്ല. അല്ല, ഒരു ബെഡല്ലേ ഉള്ളത്. ഹോബി മമ്മി സുഖമായിട്ട് കിടന്നോട്ടെ റൂമില്. ഞാൻ മുന്നോടൊപ്പം കിടന്നുണ്ട്. നിനക്ക് ഭ്രാന്താണോ? ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? അപ്പൊ ഷോ വർക്കുണ്ടായിരുന്നല്ല. പിന്നെ മുൻപ് വെറുതെ വലിയ മുറിയിൽ ഒറ്റക്ക് കിടക്കണ്ടല്ല. പാവം രാത്രി വല്ലതും കണ്ട് പേടിച്ചാലാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒറ്റക്കാണ് കിടക്കാറ്. അല്ല, നീ എപ്പോ മുതലേ മുന്നൂടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധാലുവായത്? അതെ, 10 മിനിറ്റ് മുമ്പ് വരെ രണ്ടും കീരിയും പാമ്പ് പറഞ്ഞല്ല. എന്തായാലും എനിക്ക് സ്വസ്ഥായിട്ട് കിടക്കാം. നീ പോയി കിടന്നില്ലെങ്കിൽ. മമ്മി. എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ. സംതിങ് ഫിഷി. ഇവനിപ്പോ എന്താ ഇത്ര പെട്ടെന്ന് സംഭവിച്ചത്? ആവൂ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും വഴി മനസ്സിലാക്കാം. മതി, വേണ്ടെന്ന് പോയി കിടക്കോക്കോ. അതന്നെ, നല്ല ക്ഷീണമുണ്ട്. ശരി ഡാഡി. ഇവന് ഇതെന്താണ് പെട്ടെന്ന് പറ്റിയത്? എന്തായാലും ശ്രദ്ധിക്കണം. ഇവൻ എന്താണ് കുറെ നേരം വിളിച്ചോണ്ടിരിക്കണത്? എല്ലാരും പോയി കിടന്നു. വാജുനേട്ടാ, നമുക്ക് പോകാം. എല്ലാരും അപ്പൊ കിടന്നോട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മക്കളെ. ജീവനെ റൂമിൽ കയറും. എന്നിട്ടയ്യ എന്റെ ക്ഷീണം ഒന്ന് കിടക്കട്ടെ. എന്താ ഇങ്ങനെ ഉറങ്ങാനാ? പിന്നെ അതിനാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ട്രിപ്പ് വന്നത്. പിന്നെന്തിനാ? അത് ഞാനീ പറഞ്ഞു. പറഞ്ഞു. നിന്നൊന്ന് ഒറ്റ കിട്ടാൻ കഷ്ടപ്പാട് മൊത്തം കഴിച്ചത്. വാടൂടാ. യുങ്കി, 였다면 혹시 몰랐다면 포기했을지 몰라 യുങ്കി ആരെങ്കിലും കേൾക്കൂട്ടാ? ആരെങ്കിലും വരും. മിണ്ടാതെ കിടക്കടാ. യുങ്കി, ദേ നിന്റെ ബാഗ്. എവിടെയാ നമ്മൾ കിടക്കണത്? ബെഡില്. അതിന് ഇത്ര ചോദിക്കാൻ മാത്രം എന്തിരിക്കണ്? ഒന്നുമില്ല, ഒന്നുറപ്പിച്ചതാ. ഉൻപോ, എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് വട്ടായ? കുറച്ച് നേരം ശ്രദ്ധിക്കണം.